ഒടുവിൽ അയൽരാജ്യമായ കാനഡയും അമേരിക്കയെ കൈയൊഴിയുകയാണ്. വർഷങ്ങളായി ആയുധം വാങ്ങുകയാണെങ്കിൽ അതിൽ 70% അമേരിക്കയിൽ നിന്നും മാത്രം വാങ്ങി വന്നിരുന്ന പതിവ് ഇനിയില്ല എന്നാണ് കാനഡ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നിറഞ്ഞ സദസ്സിൽ കയ്യടികളോടെയാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ വാക്കുകളെ കാനഡ സ്വീകരിച്ചത്. നമ്മുടെ പ്രതിരോധ ബജറ്റിലെ ഓരോ ഡോളറിലെയും 70 സെന്റ് അമേരിക്കയിലേക്ക് ഒഴുകുന്ന കാലം അവസാനിച്ചു എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കാനഡ എന്തിനാണ് അമേരിക്കയെ കൈവെടിയുന്നത്? എന്താണ് കാനഡയുടെ പുതിയ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഇതുവരെ കാനഡയുടെ പ്രതിരോധ വാങ്ങലുകളിൽ ഏകദേശം 70% പോയിരുന്നത് അമേരിക്കൻ കമ്പനികൾക്കായിരുന്നു. ആയുധങ്ങൾക്കും വിമാനങ്ങൾക്കുമായി കാനഡ അമേരിക്കയെ അമിതമായി ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇനി കാനഡയുടെ നയം ബിൽഡ് കനേഡിയൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിരോധ ബജറ്റിലെ ഭൂരിഭാഗവും പണവും വിദേശത്തേക്ക്, പ്രധാനമായും അമേരിക്കയിലേക്ക്, അഥവാ 70% പോകുന്നത് ഈ അമേരിക്കയിലേക്ക് ഒഴുകുന്നത് കാനഡയുടെ ആഭ്യന്തര വിപണിക്ക് നഷ്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പണം കാനഡയിലെ കമ്പനികൾക്ക് നൽകുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സ്വന്തം രാജ്യത്ത് സൃഷ്ടിക്കാനും കാനഡയിലെ തന്നെ സ്റ്റീൽ, ടെക്നോളജി മേഖലകളെ ശക്തിപ്പെടുത്താനും മാർക്ക് കാർണി ലക്ഷ്യമിടുന്നു. പുതിയ മാറ്റങ്ങളിലൂടെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് കാനഡ നടന്നെടുക്കുന്നത്. കനേഡിയൻ സ്റ്റീൽ, അലൂമിനിയം, തടി എന്നിവ ഉപയോഗിച്ച് ആയുധങ്ങൾ, കപ്പലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക. ഇതിനായി പ്രതിരോധ ബജറ്റിന്റെ 70% കനേഡിയൻ കമ്പനികൾക്ക് തന്നെ നൽകുക. അമേരിക്കയിലേക്ക് അയച്ചിരുന്ന പണം കാനഡയിലെ തൊഴിലാളികൾക്കും വ്യവസായങ്ങൾക്കും ലഭ്യമാക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ പദ്ധതി കൊണ്ട് കാനഡ ലക്ഷ്യമിടുന്നത്. അമേരിക്കയിലെ ഭരണമാറ്റങ്ങളും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങളും കാനഡയെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ കാനഡ വേണമെങ്കിൽ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി മാറട്ടെ എന്ന പുച്ഛത്തോടെയുള്ള ട്രംപിന്റെ പ്രസ്താവനയും കാനഡയെ വളരെ വലിയ തരത്തിൽ പ്രകോപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ദേശീയതാ ബോധവും ദേശീയ വികാരവും കനേഡിയന്മാർക്കിടയിൽ വളർന്നു വരികയും അത് രാഷ്ട്രീയമായി പ്രതിഫലിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അമേരിക്കയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഇനി മുന്നോട്ട് പോകുന്നത് അവസാനിപ്പിക്കണം. ഇനി ആയുധങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് ചൈനയുമായും റഷ്യയുമായും ബ്രിട്ടനുമായും സൗദിയുമായും അങ്ങനെ ലോകത്തിലെ പല സ്ഥലത്തുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെ വാങ്ങണം എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ആ രാഷ്ട്രത്തിനകത്ത് തന്നെ ഉയർന്നു വരികയും അതിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള വിപ്ലവകരമായ ഒരു തീരുമാനം മാർക്ക് കാർണി എടുക്കുന്നതിനും ഭരണകൂടം എടുക്കുന്നതിനും കാരണമാക്കിയിട്ടുള്ളത്. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയ നയങ്ങൾ കാരണം എപ്പോൾ വേണമെങ്കിലും പ്രതിരോധ കരാറുകളിൽ മാറ്റം വരാം എന്ന സാഹചര്യം കാനഡയും മനസ്സിലാക്കുകയും ഭയക്കുകയും ഒക്കെ ചെയ്യുന്നു. അതോടൊപ്പം നാറ്റോ നിശ്ചയിച്ച പ്രതിരോധ ചെലവ് അഥവാ GDPയുടെ 2% കാനഡ ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട് എന്നാണ്. ഈ വൻ തുക വിദേശത്ത് ചെലവാകുന്നതിനേക്കാൾ സ്വന്തം രാജ്യത്ത് ഒരു പ്രതിരോധ വ്യവസായ ശൃംഖല, ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് കെട്ടിപ്പൊക്കുക എന്നതാണ് ലാഭകരം എന്നും അവർ കരുതുന്നുണ്ട്. സുഹൃത്ത് രാജ്യമായുള്ള അമേരിക്കയുമായുള്ള ഈ അകൽച്ചയ്ക്ക് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ജിയോ പൊളിറ്റിക്കലി ഉള്ള മാറ്റമാണ്. ലോകമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, അമേരിക്ക നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വാക്കുകൾക്ക് സ്ഥിരതയില്ലാത്ത, ഏത് സമയത്തും വ്യാവസായിക പ്രതിരോധ ഉടമ്പടികളും കരാറുകളും ഒക്കെ എങ്ങനെയാകും എന്നത് സംബന്ധിച്ച് സുഹൃത്ത് രാജ്യങ്ങൾക്കുള്ള ആശങ്ക. ഇവ രണ്ടുമാണ് പ്രധാനമായും കാരണം. തത്വത്തിൽ ഇറാനുമായുള്ള യുദ്ധത്തോടു കൂടി അമേരിക്കയുടെ മൂല്യം ഇടിയുന്നു എന്നതാണ് ജിയോ പൊളിറ്റിക്കലി ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അഥവാ അമേരിക്കയുമായി ഒരു വാർ സ്ട്രാറ്റജി ഇല്ലാതെയാണ് യുദ്ധത്തിന് ഇറങ്ങുന്നത്. ഇസ്രയേൽ പോലെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ സമ്മർദ്ദത്തിന് വേണ്ടി ലോക രാഷ്ട്രീയത്തിന്റെ, ലോക കമ്പോളത്തിന്റെ, ലോക വ്യാവസായിക വാണിജ്യ ഉടമ്പടിയുടെ എല്ലാ സീമകളും മാറ്റിക്കൊണ്ടിരിക്കുന്നു അമേരിക്ക എന്നതുകൊണ്ട് തന്നെ ലോകത്തിലെ മറ്റു പ്രബല രാഷ്ട്രങ്ങളെല്ലാം തന്നെ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തത്വത്തിലേക്ക് പോവുകയും അമേരിക്ക വാഗ്ദാനം ചെയ്യുന്ന ഡിഫൻസ് എന്ന് പറയുന്നത് വെറും ഊതി വീർപ്പിച്ച ബലൂണ് പോലെയുള്ള സംവിധാനമാണ് എന്ന് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കുകയും ചെയ്തത് പ്രതിരോധ മേഖലയിലും മറ്റുമൊക്കെ അമേരിക്കക്കുണ്ടായ വലിയ നഷ്ടത്തെ കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ
അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത് ഇനി തങ്ങളുടെ നിലനിൽപ്പിനെ കൂടി ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു ചിന്ത കാനഡിയന്മാർക്കിടയിലേക്ക് ഉയർന്നു വന്നു. അവരിപ്പോൾ ചിന്തിക്കുന്നത് മറ്റ് ലോകരാഷ്ട്രങ്ങളിലെ അത്യാധുനികമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഡിഫൻസ് ഏറ്റവും മികച്ചതാക്കാം എന്നതാണ്. മറ്റൊന്ന്, അമേരിക്കയുമായുള്ള വിശ്വാസ്യതയിൽ സംബന്ധിക്കുന്ന ഈ രണ്ട് കാരണങ്ങളൊക്കെയാണ് വലിയ മാറ്റത്തിലേക്ക് ഇവരെ ചിന്തിപ്പിക്കുന്നത്. മറ്റൊന്ന്, അമേരിക്കയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ മുദ്രാവാക്യവും ആ നയങ്ങളുമൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ കാനഡയെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പഴയ കരുത്തുകൾ ഇപ്പോൾ ബലഹീനതകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാർണി ഈ ട്രംപിനെ ഗണ്ണിച്ചുകൊണ്ട് പറയുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം തകർക്കുകയല്ല, മറിച്ച് പ്രതിരോധ രംഗത്ത് കാനഡ ഒരു വൻ ശക്തിയായി സ്വയം വളരാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറയുക. ഈ നയം കാനഡയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും പുതിയൊരു ദിശ നൽകുമെന്ന് ഉറപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അമേരിക്കയോട് കാനഡ അകലുന്നതിന് വലിയ തിരിച്ചടിയായാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കാനഡ വലിയ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. ഇതിനു പുറമെ കാനഡയ്ക്ക് മുൻപിൽ വലിയ വെല്ലുവിളികളും ഉയരും. അമേരിക്കയെ പോലെ വലിയ തോതിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് താരതമ്യേന ലാഭകരമായിരുന്നു എന്നതാണ് പൊതുവെ ഉള്ള ഒരു കാര്യം. എന്നാൽ കാനഡ ഇത് സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ പ്രാരംഭ ചെലവ് വളരെ കൂടുതലായിരിക്കും. ആധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നിർമ്മിക്കുവാനുള്ള സാങ്കേതിക വിദ്യ പൂജ്യത്തിൽ നിന്ന് വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് വർഷങ്ങൾ എടുത്തേക്കാം എന്നതും ഒരു വെല്ലുവിളിയായി കാണുന്നുണ്ട്. കാനഡയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക. ഈ പ്രതിരോധ മേഖലയിലെ ഈ നീക്കം മറ്റു വ്യാപാര മേഖലകളെയും തന്നെ ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അമേരിക്കയിൽ നിന്ന് മാത്രമല്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നുകൂടി ഇടപാടുകൾ നടത്തുക എന്നതാണ് കാനഡയുടെ പുതിയ തീരുമാനം. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളി അമേരിക്കയിൽ നിന്ന് കാനഡ സ്വീകരിക്കേണ്ടി വരും. തത്വത്തിൽ അമേരിക്കക്ക് കൂടുതൽ പരിക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ പലതും തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ ബേസുകൾ ഒഴിവാക്കി അവരോട് രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെടുന്ന സന്ദർഭമുണ്ടായി. സൗദി ഉൾപ്പെടെ ഇനി അമേരിക്കയുമായി ഇത്തരം കരാറുകളിൽ ഏർപ്പെടില്ല എന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ കോട്ടം തട്ടുന്നു. അതിലേക്കാണ് ഏറ്റവും തൊട്ടടുത്ത അയൽരാജ്യമായ കാനഡ പോലും ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം ജിയോ പൊളിറ്റിക്കലി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏൽക്കുന്ന വലിയ ആഘാതമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.